ഹായ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്നറിയാം, നോക്കിക്കേ. ഉണക്കക്കപ്പ. ഉണക്കക്കപ്പ ഇന്നലെ രാത്രിയിൽ ഞാൻ വെള്ളത്തിലിട്ടു. അല്ലെങ്കിൽ ഇത് വേവാൻ വലിയ പാടാണ്. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ഒടിക്കുമ്പോൾ പെട്ടെന്ന് ഒടിയുന്നുണ്ട്. എന്നാലും ഞാൻ റിസ്ക് എടുക്കത്തില്ല. കുക്കറിൽ തന്നെ വെക്കത്തുള്ളൂ. ഒരുപാട് നാളായി ഉണക്കക്കപ്പ കിട്ടിയിട്ട്. എൻ്റെ ഉണക്കക്കപ്പയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എൻ്റെ കുഞ്ഞിലെയൊക്കെ അമ്മൂമ്മയൊക്കെ എപ്പോഴും മിക്കവാറും ഒക്കെ ഉണ്ടാക്കും ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഉണക്കക്കപ്പ കിട്ടിയപ്പോൾ ഒന്ന് വീഡിയോ കൂടെ എടുക്കാം എന്ന് വിചാരിച്ചു. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെയാണ്. അത് ഞാനുണ്ടാക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകത. അപ്പം ഞാൻ ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ. കഴുകി ഇനി ഒരു കുക്കറിലോട്ട് അകപ്പിന് വെള്ളം ഒഴിച്ച് നമുക്കങ്ങോട്ട് വയ്ക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇല്ല, ഉപ്പ് ഞാനിങ്ങനെ വെന്ത് കഴിഞ്ഞിട്ടേ ഉപ്പിടുന്നുള്ളൂ. നമ്മൾക്ക് വിസിൽ വന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കും. കാരണം നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓരോ രീതിയിലായിരിക്കും ഓരോ വേവ്. ഇന്നലെയാണെങ്കിൽ ഞാനൊരു കപ്പയും ബീഫും ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും കാണണേ. അപ്പം കപ്പ ഞാൻ ഭയങ്കര സോഫ്റ്റായിട്ടാണ് മുറിഞ്ഞ് വന്നത്. പക്ഷേ അത് വേവാൻ ഒരുപാട് താമസിച്ചു. നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇതിപ്പോൾ പിടിക്കുമ്പോൾ ഉടനെ ഒടിയുന്നുണ്ട്, ഒടിഞ്ഞൊടിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് 2 വിസിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ഇന്നലെ വൻപയർ വെള്ളത്തിലിട്ടിരുന്നു. ഒരുപാട് വൻപയർ വേണ്ട, ഒരു ശകലം വൻപയർ കൂടെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇടും. അപ്പോൾ ഞാനത് കഴുകി എല്ലാം വൃത്തിയാക്കി ഇത് വേറെ വേവിച്ചെടുക്കും. കാരണം വേവ് നമുക്ക് ഒന്നും വൻപയർ ഇന്നലെ വെള്ളത്തിലിട്ടുള്ളത് ചിലപ്പം പെട്ടെന്ന് അങ്ങ് വേവും. കപ്പ ചിലപ്പം പെട്ടെന്ന് വെന്തില്ലെങ്കിലും. അതുകൊണ്ട് ഞാനിത് 2ആയിട്ട് അങ്ങിടാമെന്ന് വിചാരിച്ചു. ഇനി ഇത് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കും. ഇതിന് തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ ഒരു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ചതച്ചുകൊണ്ട് വരണം. തേങ്ങ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കറി വേണമല്ലോ. ഇപ്പം ഇന്ന് മീനുണ്ടായിരുന്നതുകൊണ്ട് മീൻ കറി. അല്ലെങ്കിൽ ഞങ്ങൾ ഉള്ളിയും ഉപ്പും പുളിയും കൂടെ ഒക്കെ ഞെരടി എടുക്കത്തില്ലേ, അത് സാധാരണ അതെടുക്കാറുണ്ട്. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മിന്നുവിന് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ അയല വാങ്ങിച്ച് നല്ല അയലയായിരുന്നു കേട്ടോ. അയല കിട്ടി, വലിയ അയലയായിരുന്നു. അത് കിട്ടി. അത് പകുതി എടുത്ത് ഞങ്ങൾ കറി വെച്ചു. ഇപ്പം ഞാൻ വിചാരിച്ച് ഈ 2 എടുത്ത് മുളകും മല്ലിയും കൂടി ഇട്ട് വെക്കാം. കപ്പയുടെ കൂടെ അടിപൊളിയാണല്ലോ. അങ്ങനെ അതുകൊണ്ട് ഈ 2 ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പം ഇതൊക്കെ ഒന്ന് കണ്ടിച്ചുകൊണ്ടൊക്കെ വരട്ടെ. അയലക്കറിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ശകലം കടുകിട്ട്. ചില സമയമൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കും. കടുകൊന്ന് പൊട്ടി വരുന്നു. ശകല ഉലുവ ഇട്ടു. പച്ചമുളക്, ഒരു 5-6 ചുവന്നുള്ളി ചതച്ചത്,
8-10 വെളുത്തുള്ളിയും കൂടെ ചതച്ച് ആദ്യം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്. ഒന്ന് ചെറുതായിട്ട് വാടി അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. മല്ലിപ്പൊടി, പുളി അവരവരുടെ ആവശ്യത്തിന്. ഇവിടെ ഒരുപാട് പുളി വേണ്ട. ഇവിടെയൊക്കെ അയല മത്തിയൊക്കെ വാങ്ങിക്കും. നമുക്ക് ഒരു സ്വാദ്. അപ്പം എല്ലാവരും പറഞ്ഞ് ചൂടിൻ്റെയാ ആയിരിക്കും, പക്ഷെ ഈ അയലയ്ക്ക് നല്ല സ്വാദുണ്ടായിരുന്നു. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഉപ്പും ആവശ്യത്തിനിട്ടു. തിളച്ചൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഇപ്പം വേണമെങ്കിൽ കറിവേപ്പില ഇടാം. ഞാൻ ഇടുന്നില്ല, കാരണം എനിക്ക് ലാസ്റ്റ് ഇടാനും ശകലം കറിവേപ്പിലേ ഉള്ളൂ. എൻ്റെ കറിവേപ്പിലൊന്നും ഞാൻ ഇതുവരെ പറിച്ചില്ല. ഒന്ന് കിഴിച്ച് എല്ലാവരും പറയുന്ന കേൾക്കാം, ഒരു 8 മാസത്തേക്ക് അതേ തൊടരുത് എന്നൊക്കെ പറയുന്ന കേൾക്കാം. അതായത് ഞാനിപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളവും ഒക്കെ ഒഴിച്ച് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ശകലം തേങ്ങാപ്പാൽ, ശകലം അല്ല, ഒരു 1/2 ഗ്ലാസ്സോളം തേങ്ങാപ്പാലൂടെ അതിലേക്ക് ചേർക്കും. ചില സമയം ഞാൻ മീൻ വെക്കുമ്പോൾ മുളകും മല്ലി ഇട്ട് വെക്കുവാണെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലൂടെ ചേർക്കും. തേങ്ങാപ്പാൽ ഒഴിച്ച് തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് തീ ഓഫ് ചെയ്യാം. കറിവേപ്പിലയുടെ ശകലം പച്ച വെളിച്ചെണ്ണ. മീൻകറി റെഡിയായി. കപ്പയ്ക്ക് 3 വിസിൽ വന്നു. തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടില്ല. പിന്നെ വീണ്ടും ഞാൻ വെച്ചേക്കുക. കപ്പ ഒരു 6-7 വിസിൽ വന്നു. ഇപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഉടച്ചേക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ മറ്റേ കപ്പ വേകുന്ന പോലെ പ്രയാസമാണ് ചില സമയത്ത്, പക്ഷെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുമുണ്ട്. കപ്പ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വൻപയറും കൂടെ ഇട്ട് ഒന്ന് ഇളക്കാം.
തേങ്ങ ഇടാം. ഒന്ന് ചൂടായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ചൂടായി തീ ഓഫ് ചെയ്തു. കറിവേപ്പില ഇട്ട് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു, തീ ഓഫ് ചെയ്തു. ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ ഉണക്കക്കപ്പ പുഴുക്കും അയലക്കറിയും റെഡിയായി. ഇതാണ്, എന്താ അടിപൊളിയല്ലേ? എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തരണേ. താങ്ക് യു.